ഓർത്തോയെ കാണിച്ചു, അസ്ഥിരോഗ വിദഗ്ധൻ. ആ ഡോക്ടറെ ഞാൻ 3-4 വർഷം മുമ്പ് ചെന്ന് കണ്ടപ്പോൾ കയറി ചെന്ന വഴി പറഞ്ഞ് ഇതിന് മരുന്നില്ല, പെയിൻ കില്ലർ വേണമെങ്കിൽ തരാവുന്നേ ഉള്ളൂ, പിന്നെ മുട്ട് മാറ്റിവെക്കൽ മാത്രമാണ് ഇതിന് പ്രതിവിധി. മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ലക്ഷം രൂപയാവും. മാറ്റി വെച്ചാലും അമ്മയ്ക്ക് സാധാരണ രീതിയിൽ നടക്കാനോ ഇരിക്കാനോ പണിയെടുക്കാനോ ഒന്നും പറ്റില്ല. ഈ 2 മാസം മുമ്പാണ് എനിക്ക് തീരെ നടക്കാൻ മേലാതെയായി. അപ്പം ഞാൻ ആയുർവേദത്തിൽ പോയി. അങ്ങനെയെങ്കിൽ ആയുർവേദത്തിൽ കഷായമൊക്കെ കുടിച്ചാൽ മാറുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. ആയുർവേദത്തിൽ ചെന്ന് 2 മാസത്തെ കഷായവും അരിഷ്ടവും പിന്നെ കുഴമ്പിടലും ധാരകോരലൊക്കെ നടത്തി. എന്നിട്ടും ശരിക്കും നടക്കാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മുട്ട് മാറ്റിവെക്കൽ മാത്രമേ രക്ഷയുള്ളൂ. 14 ദിവസം, കൃത്യം 2 ആഴ്ച. ഈ 2 ആഴ്ച സമയം കൊണ്ട് തന്നെ ഇത്രയും പഴക്കമുള്ള ഇത്രയും ഗുരുതരമായ അവസ്ഥയിലുള്ള രാജേശ്വരിക്ക് ഇപ്പം നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഒന്ന് നടന്ന് കാണിക്കാമോ? രാജേശ്വരി ഇവിടെ വന്നിട്ടുണ്ടായ ഈ അനുഭവം വൈദ്യശാസ്ത്രത്തിന് എന്തായാലും അത്ഭുതമായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നവജീവനം നേച്ചർ ലിവിങ് ഹോമിൽ നമ്മുടെ കൂടെയുള്ളത് എറണാകുളം ജില്ലയിലെ കണയന്നൂർ സ്വദേശിനിയായ രാജേശ്വരിയാണ്. ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ആളാണ്. ഭർത്താവ് മരണപ്പെട്ടിട്ട് ഒരു 2 വർഷമായുള്ളൂ. രാജേശ്വരി തൻ്റെ മുട്ട് മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും 2 വർഷം മുമ്പ് മാറ്റിവെച്ചാലും ശരിയായി നടക്കാൻ കഴിയില്ല, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മുട്ട് മാറ്റിവെക്കാതെ വളരെ കഷ്ടത അനുഭവിച്ച് ജീവിച്ച ഒരാളാണ്. അതിനുശേഷം ആയുർവേദ ചികിത്സകൾക്കൊക്കെ പോയി. അപ്പോഴും കാൽമുട്ടിലെ നീര് വറ്റുകയോ നടക്കാൻ കഴിയുകയോ ചെയ്തിരുന്നില്ല. 2 മക്കളാണ് രാജേശ്വരിയുടെ കൂടെയുള്ളത്. അവരുടെയൊക്കെ സഹായത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഇവിടെ ഒരു 2 ആഴ്ച മുമ്പ് നവജീവനത്തിലെത്തി. ആ സമയം രാജേശ്വരിക്ക് കാല് കുത്തി നടന്ന് കയറാൻ, സ്റ്റെപ്പ് കയറി വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ എത്തിയത്. കോട്ടയം ജില്ലയിലെ വെള്ളൂർ നവജീവനം നേച്ചർ ലിവിങ് ഹോമിലാണ് ഇപ്പോൾ രാജേശ്വരി ഉള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ രാജേശ്വരി തന്നെ പറയട്ടെ. എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു അസുഖം, അതിനെന്തൊക്കെ ചികിത്സകൾ ചെയ്തു, ഇവിടെ ഈ നവജീവനത്തിൽ വന്ന ശേഷം ഇപ്പോൾ മുട്ടിൻ്റെ നീരുകളൊക്കെ പോയി നടക്കാൻ കഴിയുന്ന അവസ്ഥയിലായോ, എന്താണ് സംഭവിച്ചത്? 3-4 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഓർത്തോയെ കാണിച്ചു, അസ്ഥിരോഗ വിദഗ്ധൻ. ആ ഡോക്ടറെ ഞാൻ 3-4 വർഷം മുമ്പ് ചെന്ന് കണ്ടപ്പോൾ കയറി ചെന്ന വഴി പറഞ്ഞ് ഇതിന് മരുന്നില്ല, പെയിൻ കില്ലർ വേണമെങ്കിൽ തരാവുന്നേ ഉള്ളൂ, പിന്നെ മുട്ട് മാറ്റിവെക്കൽ മാത്രമാണ് ഇതിന് പ്രതിവിധി. മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ലക്ഷം രൂപയാവും. മാറ്റി വെച്ചാലും അമ്മയ്ക്ക് സാധാരണ രീതിയിൽ നടക്കാനോ ഇരിക്കാനോ പണിയെടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ കസേരയിലിരുന്ന് ചെയ്യാം, പിന്നെ വലിയ പ്രവർത്തനങ്ങളൊന്നും പറ്റില്ല. ചെറുത് എന്തായെങ്കിലും എഴുന്നേറ്റ് നിന്ന് ചെയ്യാമെന്നുള്ളതല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക്, അതായത് ഡോക്ടർ ഒരു സത്യം പറഞ്ഞു. ഇവിടെ ഈ ചികിത്സയൊക്കെ ചെയ്താലും ഇതായിരിക്കും അവസ്ഥ. പലരും അങ്ങനെ പറയാറില്ല, നമുക്ക് ചെയ്ത് നോക്കാം, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കാശും പോയി, ചികിത്സിക്കാനുള്ള കാശും പോയി അല്ലേ? അപ്പം എന്തായാലും അത് സംഭവിച്ചില്ല. സത്യസന്ധനായ ഒരു ഡോക്ടർ ഉള്ള കാര്യം ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് ചികിത്സിച്ച് വലിയ പണമൊന്നും കളഞ്ഞില്ല. മുടക്കാനുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മുടക്കാതിരുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളെ കണ്ടപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ പിടികിട്ടി കാണും, കാശൊന്നും കൂടുതൽ ഇങ്ങോട്ട് വരില്ല എന്ന്. എന്തായാലും എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ പോന്നു. മരുന്നൊന്നും കഴിച്ചില്ല, ഡോക്ടർ മരുന്ന് തന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുക, അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോവുക. പക്ഷേ ഓപ്പറേഷൻ ചെയ്തിട്ട് നടക്കാൻ പറ്റിയെന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരില്ല എന്ന് പറഞ്ഞു. അടിയും കുത്തി.
പിന്നെ ഞാൻ വടി കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരും. അകത്തൂടിയാണേലേ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല, അങ്ങ് പോന്നു. പിന്നെ മരുന്ന് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ ഞാൻ നടന്നോളാം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം വരെ ഞാൻ അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഇത് പെയിൻ കില്ലർ ഒന്നും കഴിക്കാതെ കൊണ്ട് തന്നെ നടന്നു. പിന്നെ വേദന സഹിച്ചങ്ങ് നടന്നു. സഹിച്ച് നടന്നു. വീട്ടിലെ പണി ചെയ്യാൻ ആരും ഇല്ലല്ലോ. അപ്പം 2 ആൺപിള്ളേരാ. അപ്പം എല്ലാം ചെയ്തുകൊണ്ട് നടന്നു. പിന്നെ ബാക്കി പറമ്പിലെ പണിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നു. 2 വർഷം മുമ്പ് വരെ ഹസ്ബൻഡ് എല്ലാം പുറത്തുകൂടി ഉള്ളതൊക്കെ ചെയ്തു തന്നു. അപ്പം നമ്മൾ മുറ്റത്ത് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചുപോയി. പിന്നെ എനിക്ക് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഈ 2 മാസം മുമ്പാണ് എനിക്ക് തീരെ നടക്കാൻ മേലാതെയായി. അപ്പം ഞാൻ ആയുർവേദത്തിൽ പോയി. അങ്ങനെയെങ്കിലും ആയുർവേദത്തിൽ കഷായമൊക്കെ കുടിച്ചാൽ മാറുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. ആയുർവേദത്തിൽ ചെന്ന് 2 മാസത്തെ കഷായവും അരിഷ്ടവും പിന്നെ കുഴമ്പിടലും ധാരകോരലൊക്കെ നടത്തി. എന്നിട്ടും ശരിക്കും നടക്കാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മുട്ട് മാറ്റിവെക്കൽ മാത്രമേ രക്ഷയുള്ളൂ. ആയുർവേദ ഡോക്ടർ പറഞ്ഞു. അവിടെ എക്സ്റേ എടുത്തപ്പോൾ മുട്ടിനകത്ത് ഒട്ടും മജ്ജയില്ല, ഫ്ലൂയിഡ് ഇല്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ മുട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യണ ഏതോ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ആ ആശുപത്രി നോക്കി കണ്ടുപിടിച്ചിട്ട് ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തിട്ട് ഒന്നും രക്ഷയില്ല. പിന്നെ ഹസ്ബൻഡ് അമ്മാവൻ്റെ മോൾ ഇതുപോലെ ആയിട്ട് ഫ്ലൂയിഡ് കുത്തി വെച്ചിരുന്നു. അപ്പം ഞാൻ അതിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേച്ചി അതിനൊന്നിനും പോകണ്ട, ഫ്ലൂയിഡ് കുത്തി വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാനത് 8 എണ്ണം ചെയ്താൽ എന്നിട്ട് എനിക്കൊരു നിവർത്തിയില്ല. മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ മാറ്റി വയ്ക്കൽ മാത്രമേ ഉള്ളൂ അതിന് പ്രതിവിധി. അല്ല ആദ്യമേ ഡോക്ടർ പറഞ്ഞില്ലേ, ആദ്യം കണ്ട ഡോക്ടർ മാറ്റി വെച്ചിട്ടും വലിയ ബലമില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ മാറ്റി വെക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് പോയി. അപ്പോൾ ഹോമിയോ ഡോക്ടറാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം നവജീവനത്തിൽ പോയി കുറച്ച് ദിവസം നമ്മുടെ ജീവിത ശൈലിയൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ശരിയായിട്ട് നോക്കിയാൽ ചിലപ്പോൾ ശരിയായേക്കും. ഉറപ്പായിട്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാണ് രാജേശ്വരി ഇവിടെ എത്തിയത്. എന്നോട് പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ട, ഭക്ഷണ രീതി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇരിക്കണ പോലെ എനിക്ക് ചമ്രം പടിഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് എനിക്കൊരു ഇതുണ്ട്, തീർച്ചയായിട്ടും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോക്കോളാം, ഇവിടെ വന്ന് കുറച്ച് ദിവസം കിടന്നാലും കാലിൻ്റെ സുഖമായി നമുക്ക് നടക്കാൻ പറ്റിയ അത് മതിയല്ലോ. അപ്പം ഞാൻ പോയി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച എത്ര ദിവസമായി? ഇന്ന് 14 ദിവസമായി. 14 ദിവസം, കൃത്യം 2 ആഴ്ച. ഈ 2 ആഴ്ച സമയം കൊണ്ട് തന്നെ ഇത്രയും പഴക്കമുള്ള ഇത്രയും ഗുരുതരമായ അവസ്ഥയിലുള്ള രാജേശ്വരിക്ക് ഇപ്പം നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഒന്ന് നടന്ന് കാണിക്കാമോ? കാണിക്കാം. തിരിച്ചു കാണുന്നോ? വെരി ഗുഡ്. അപ്പോൾ 2 ആഴ്ചത്തെ ഭക്ഷണശീലത്തിലെ മാറ്റം, പിന്നെയോ കൃത്യസമയത്തെ ഉറക്കം, കൃത്യസമയത്തെ ഉറക്കം ഉണരൽ, പിന്നെ യോഗ ചെയ്യൽ, ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ യോഗയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മുട്ടൊക്കെ മടക്കിയിരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടം വരെ ആയിട്ടില്ല. അതെന്തായാലും ഉടനെ ആവും. ഇവിടെ നിന്ന് നവജീവനത്തിൽ നിന്ന് നാളെ വീട്ടിലേക്ക് പോവില്ലേ? അപ്പോൾ വീട്ടിൽ പോയി ഇതൊക്കെ തുടർന്ന് ഈ ശീലങ്ങളൊക്കെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? കഴിയും. കാര്യം തീരുമാനിച്ചാൽ നടത്തും. അപ്പോൾ എന്തായാലും രാജേശ്വരി ഇവിടെ വന്നിട്ടുണ്ടായ ഈ അനുഭവം വൈദ്യശാസ്ത്രത്തിന് എന്തായാലും അത്ഭുതമായിരിക്കും. കാരണം വൈദ്യശാസ്ത്രം രോഗങ്ങളെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തിയ ചരിത്രം ഇല്ല. ഉണ്ടോ? ഇല്ല. പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ
തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തും എന്നുള്ളതല്ലാതെ ആരുടെയും രോഗങ്ങളെ മാറ്റി തീർത്ത് ഇപ്പം മുട്ട് കേടുവന്നു അത് പരിഹരിക്കാൻ വൈദ്യശാസ്ത്രത്തെ കൊണ്ട് കഴിയില്ല. അതിന് വരെ മുട്ട് മാറ്റി വയ്ക്കാമെന്ന് പറയുന്നു. മുട്ട് മാറ്റി വെച്ചാലും ബുദ്ധിമുട്ടാണെന്നും തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും രാജേശ്വരിക്ക് ഇപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞു. വെള്ളൂർ നവജീവന കേന്ദ്രത്തിൽ വരാൻ കഴിഞ്ഞു. ഇവിടുത്തെ ജീവിതശൈലി പരിഷ്കരണത്തിൽ മാത്രം പങ്കുകൊണ്ടു. വേറെ എന്തെങ്കിലും ചികിത്സ വല്ലതും ചെയ്തില്ലല്ലോ? ഒരു ചികിത്സയും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് മരുന്ന് എന്തെങ്കിലും തന്നോ? ഇല്ല, ഒരു മരുന്നും തന്നില്ല. ഉള്ള മരുന്നുകൾ നിർത്തി കഷായോ ആയുർവേദമൊക്കെ നിർത്തി വെച്ചു. ഇപ്പോൾ ഒരു മരുന്നും ഇല്ലാതെ ഇപ്പോൾ എത്ര വയസ്സായി? 62 വയസ്സിൽ മരുന്നില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്, അല്ലേ, നമ്മുടെ കേരളത്തിൽ. എന്തായാലും രാജേശ്വരിക്ക് ഇപ്പോൾ ഒരു മരുന്നും വേണ്ട. വിഷമതകളൊക്കെ ഏറിയ പങ്കും 2 ആഴ്ച കൊണ്ട് തന്നെ മാറി. ഇനി ബാക്കിയും കൂടി ശരിയാവണം. അതിന് വീട്ടിൽ പോയി വളരെ ആത്മവിശ്വാസത്തോടു കൂടി രാജേശ്വരി പറയുകയാണ്, വീട്ടിൽ പോയി ഈ ശൈലികളെല്ലാം ഇവിടെ നിന്ന് പഠിച്ച യോഗ ചെയ്യും, കൃത്യമായിട്ട് ഉറങ്ങും, അല്ലേ, കൃത്യമായിട്ട് എണീക്കും, ശരിയായ ഭക്ഷണങ്ങൾ കഴിക്കും, തെറ്റായ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അത് നേരത്തെ ഉപേക്ഷിച്ചു, ഇവിടെ വന്നപ്പോഴേ ഉപേക്ഷിച്ചു, അല്ലേ? ചായയും കാപ്പി മാത്രമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നോണൊന്നും ഞാൻ കഴിക്കില്ല. മുട്ട, പാല് നേരത്തെ കഴിക്കില്ല. ഇനി അതുകൊണ്ടാണോ ഇനിയിപ്പം മുട്ടിനൊക്കെ കുഴപ്പം പറ്റിയത്? ആയിരിക്കുമോ? അല്ല, പച്ചക്കറി കഴിച്ചും ബ്രാഹ്മൺസ് ജീവിക്കുന്നില്ലേ നല്ല ആരോഗ്യത്തോടെ? അത് പണ്ടത്തെ ബ്രാഹ്മൺസ്. എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, മുട്ടയും മീനും ഇറച്ചിയും കാൽസ്യം ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിലാണ് ഈ മുട്ട് തേയ്മാനം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് അതല്ല പ്രശ്നം. മുട്ടയും മീനും ഇറച്ചിയൊന്നും കഴിക്കാത്തതല്ല പ്രശ്നം. എന്തോ ടോക്സിസിറ്റി ശരീരത്തിലുണ്ടായിട്ട് നമ്മുടെ ജീവിതശൈലിയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്. അതെന്തായാലും ഇപ്പം ജീവിതശൈലി മാറ്റിയപ്പോൾ പരിഹരിക്കപ്പെട്ടു. പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല, ഇനി ബാക്കിയും കൂടി. അതായത് കുറേ കാലങ്ങൾ കൊണ്ടുള്ള ഒരു പ്രശ്നം 2 ആഴ്ച കൊണ്ടൊക്കെ പൂർണ്ണമായി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതിമോഹമായിരിക്കും. ഇത് കർശനമായി പാലിച്ച് രാജേശ്വരി ജീവിതത്തിൽ പുതുജീവൻ, നവജീവൻ നേടി എടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ എന്തായാലും രാജേശ്വരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇവിടെ നവജീവനത്തിൽ വന്നപ്പോൾ ഇവിടെ ആരാണ് രാജേശ്വരിയെ പരിചരിച്ചത്? ആരുമില്ല. ആ ഡോക്ടർ ആരാന്ന് പറയൂ. ഡോക്ടർ രമേശൻ സാർ. ഡോക്ടർ രമേശൻ. പിന്നെ ആരുണ്ടായിരുന്നു? ബിന്ദു ഡോക്ടറുടെ പത്നി. ഡോക്ടർ രമേശൻ്റെ പത്നിയായ ഡോക്ടർ ബിന്ദു. അപ്പോൾ ബിന്ദു ഭക്ഷണം ഉണ്ടാക്കി തരും, അല്ലേ? പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചു. കുറച്ച് മസാജിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരീരത്തിലെ നാഡീഞരമ്പുകളൊക്കെ ഒന്ന് പ്രവർത്തനം ശരിയാകാൻ വേണ്ടി മാത്രം. അല്ലാതെ മരുന്നുകൾ ഉപയോഗിച്ചുള്ള മസാജ് വല്ലതും ചെയ്തോ? ഇല്ല, ഒരു മസാജിനും മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. വെറുതെ വെളിച്ചെണ്ണ കൊണ്ട് കൈക്ക് ഓട്ടം കിട്ടാൻ വേണ്ടി ചില മസാജിങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റ് യാതൊരുവിധ ചികിത്സയും ചെയ്തിട്ടില്ല, അല്ലേ? അപ്പോൾ എന്തായാലും ഡോക്ടർ രമേശ് സാറിനും ഭാര്യ ബിന്ദു മേഡത്തിനും വളരെയേറെ നന്ദി. അവരുടെ ആ ഒരു അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടുമാണ് ഞാൻ ഇത്ര ആയത്. അത് ഈ 14 ദിവസം കൊണ്ട് ശരിയായ ആരോഗ്യത്തിലേക്ക് വന്നു എന്നുള്ളതിന് 2 ഡോക്ടർമാർക്കും ദൈവത്തിനും നന്ദി പറയുന്നു. അപ്പം ഈ ചികിത്സ പ്രകൃതിക്ക് നന്ദിയില്ലേ? പ്രകൃതിക്ക് നന്ദി. കാരണം ഇവിടെ വന്ന് പ്രകൃതി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ രമേശ് നമുക്ക് മനസ്സിലാക്കി തന്നു. അല്ലാതെ വേറെ മരുന്നുകളും ചികിത്സയല്ല ചെയ്തത്. കാര്യം പ്രകൃതിയുടെ സന്ദേശം പകർന്നു തന്നു. അത് രാജേശ്വരി സ്വീകരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും നടക്കാൻ വയ്യായിരുന്ന ആള് നടക്കാവുന്ന സ്ഥിതിയിലേക്ക് വന്നു. എന്തായാലും രാജേശ്വരിയുടെ തുടർന്നുള്ള ജീവിതം സുഖകരവും സന്തോഷകരവുമാകട്ടെ എന്ന് വെള്ളൂർ നവജീവന കേന്ദ്രം ആശംസിക്കുകയാണ്. എല്ലാവരോടും നന്ദി.
ഡോക്ടർ സാറിനോടും ബിന്ദു മാഡത്തോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കിത് പറഞ്ഞു തന്നതല്ലോ. പിന്നെ അതുമല്ല ഇതിന് അവസരം ഒരുക്കി തന്ന ഹോമിയോ ഡോക്ടർ രാധിക മാഡം, ആ രാധിക ഡോക്ടർക്ക് നന്ദി. രാധിക ഡോക്ടർ ഇത് പറഞ്ഞു തന്നാരനാണല്ലോ ഞാൻ ഇവിടെ വന്നത്. അറിയില്ലായിരുന്നു. തീർച്ചയായും. അപ്പം നേരത്തെ അറിഞ്ഞെങ്കിൽ നേരത്തെ വന്നേനെ, പക്ഷെ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഹോമിയോ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, നമുക്ക് അവിടെ പോയി ചികിത്സിച്ചാൽ മാറും. ഭക്ഷണക്രമത്തിലൂടെ മാത്രം, ഒരു മരുന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ അസുഖം മാറ്റിയെടുക്കാവുന്നത്. തീർച്ചയായും നല്ലൊരു ജീവിതം രാജേശ്വരിക്കുണ്ടാവും. നിശ്ചയദാർഢ്യവും പ്രതിബദ്ധതയും ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ രാജേശ്വരിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന് തന്നെയാണ് നവജീവനത്തിൻ്റെ പ്രതീക്ഷ. അത് പൂർത്തിയാക്കുക. നന്ദി, നമസ്കാരം.